ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്ധിയിൽ വരുവാൻ തക്കാണ് ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവവചനം ആരംഭിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. അങ്ങയുടെ സന്ധിയിൽ വരുവാൻ തക്കണോ അങ്ങ് തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾ വായിക്കുകയും ഞങ്ങൾ ധ്യാനിക്കുകയും ചെയ്യുന്നത് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു ബലമായി തീരാൻ പോകുന്നതിനായിട്ട് അങ്ങേ സ്തുതി. താങ്ക് യു ലോർഡ്. അങ്ങയുടെ വചനമാണല്ലോ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന വലിയ ക്രിയയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. താങ്ക് യു ഫാദർ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആക്ച്വലി ഞാൻ സൺഡേ സ്കൂൾ ഈയിടെയായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. കുറച്ച് നാളായിട്ട് പഠിപ്പിക്കുന്നില്ലായിരുന്നു. സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീർന്നു. എനിക്കത് എത്ര പറയേണ്ടിയെന്ന് അറിയത്തില്ല. ഞാൻ ആ വേദഭാഗങ്ങള് ഞാൻ എടുത്തിട്ട് അതാണ് ധ്യാനിക്കുന്നത് എപ്പോഴും. അത് ഇന്നലത്തെ എന്റെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന പർപ്പസിനാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ് വായിക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. വായിക്കാം. സോറി. ഓക്കെ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം മുതൽ വായിക്കുവാണ്. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായ അത്യന്തം വർദ്ധിച്ചു, പെരുകി ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ആക്ച്വലി നമ്മൾ നോക്കിയാല് ദൈവത്തിന്റെ വലിയ പ്രോമിസ് അബ്രഹാമിനുള്ളത് എന്തുവായിരുന്നു അറിയാമോ? ഇസ്രായേൽ നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെ ആകും. ആകാശ നക്ഷത്രം പോലെ ആകുന്ന ദൈവത്തിന്റെ പ്രോമിസ് അബ്രഹാമിന് കൊടുത്തത്. അബ്രഹാം കഴിഞ്ഞു, അവസാനം ഒരു ഇസാക്ക് ഉണ്ടായി. ഇസാക്ക് കഴിഞ്ഞു, അവസാനം യാക്കോബും ഏശാവും ഉണ്ടായി. നമുക്ക് ആ കാര്യങ്ങൾ അറിയാം. ഇത് അവസാനം ഈ യാക്കോബ് താമസിച്ചിരുന്ന സ്ഥലം കനാൻ ദേശമാണ്. കനാൻ ദേശത്ത് അവർ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വലിയൊരു ക്ഷാമം അവിടെ ഉണ്ടായി. ദേശത്ത് മുഴുവൻ വലിയ ക്ഷാമം ഉണ്ടായി. അങ്ങനെ അവര് ഈ മിസ്രൈമിലേക്ക് വരുവാണ്. നമുക്കറിയാം മിസ്രൈമിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പം പിന്നെ അടിമത്വം ആവുമെന്ന്. ദൈവത്തിന് അത് അറിയത്തില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ വിട്ടത്? അതായിരുന്നു എൻ്റെ ഇന്നലത്തെ സൺഡേ സ്കൂളിലെ പോർഷൻ. ഞാനത് ചിന്തിച്ചപ്പോൾ ദൈവവചനം പഠിക്കുകയും പല ഭാഗങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ദൈവത്തിന്റെ അബ്രഹാമിനോടുള്ള പ്രോമിസ്, ദൈവം അവരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു ദൈവം ഇത് അനുവദിച്ചത്. നമുക്ക് ഉൽപ്പത്തി 34 വായിക്കാം. ഉൽപ്പത്തി 34 അധ്യായം 1-ാം വാക്യം 2-ാം വാക്യം. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയി. എന്നാറെ ഹിവ്യനായ ഹാമോറിന്റെ മകനായി ദേശത്തിന്റെ പ്രഭുവായ ശേഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ട് പോയി അവളോട് കൂടെ ശയിച്ചു, അവൾക്ക് പോരായിക വരുത്തി. ദൈവം അവരെ കനാൻ ദേശത്ത് പിന്നെയും താമസിക്കാനായിട്ട് വെച്ചായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കും. അതായത് ദീന വെറുതെ ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയതാ, തെറ്റ് ചെയ്യാനൊന്നും പോയതല്ല. പക്ഷെ അവിടെ വെച്ച് ഒരാൾ അവളെ പിടിച്ച് അവളോട് കൂടെ ശയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ദൈവം ആ കനാൻ ദേശത്ത് തന്നെ ഇസ്രായേൽ മക്കളെ താമസിക്കാനായിട്ട് അനുവദിച്ചായിരുന്നെങ്കിൽ ആ ഇസ്രായേൽ മുഴുവൻ ഇന്റർമിങ്കിൾ ചെയ്ത് പല ബിംബങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരുടെ കൂടെ അന്നേ ആ
ആ നേഷൻ ഇല്ലായ്മയായി പോയേനെ. എന്നാൽ അവർ മിസ്രൈമിൽ വന്നതുകൊണ്ട് ഈ മിസ്രൈമിൽ 400 സംവത്സരത്തോളം അവർ ഉണ്ടായിരുന്നെങ്കിലും ആദ്യത്തെ 200 സംവത്സരത്തോളം അവർക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ മിസ്രൈമ്യർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മിസ്രൈമ്യര് ഒരു റേഷ്യൽ സെപ്പറേഷൻ ഉള്ള ആൾക്കാരാണ്. നമ്മൾ ചരിത്രം പഠിച്ചു നോക്കിയാൽ മിസ്രൈമ്യര് ഒരു കാരണവശാലും വേറൊരു ജാതിയുടെയും കൂടെ ഇന്റർമിങ്കിൾ ചെയ്യത്തില്ല. അത് നമുക്കറിയാം. കാരണം ഈ മിസ്രൈമിലെ യാക്കോബും കുടുംബവും വന്നപ്പോൾ അവർക്ക് വേണ്ടി രണ്ട് പട്ടണങ്ങൾ അങ്ങ് മാറ്റിവെച്ചു. ഗോഷേൻ രമശേഷം ആ ഗോഷൻ ദേശം അവർക്ക് വേണ്ടി മാറ്റിവെച്ചു. ഈജിപ്തിലെ ആൾക്കാർ അല്ലെങ്കിൽ മിസ്രൈമിലെ ആൾക്കാർ മാറിയാ താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് പറ്റി? ഒരു കാരണവശാലും അവർക്ക് ഇസ്രയേലുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ഇസ്രയേൽ ഒരു പ്യോർ ജാതിയായിട്ട്, അതായത് വേറെ ദൈവം അവരെ വളർത്തുവാൻ വേണ്ടിയാണ് അവരെ അവിടെ കൊണ്ടുപോയത്. അതായത് 70 പേരായിട്ട് ഈജിപ്തിലോട്ട് പോയ ആൾക്കാര് 400 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇന്നലെ ഞങ്ങൾ സൺഡേ സ്കൂളിൽ ഇരുന്ന് കണക്ക് കൂട്ടുമായിരുന്നു, 2.4 മില്യൺ ആൾക്കാരായിട്ട് മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയൊരു കാര്യമാണോ? അപ്പം ഇസ്രയേലിൽ നിന്ന് ദൈവം അവരെ കനാൻ ദേശത്തുനിന്ന് മിസ്രൈമിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരൊരു നേഷനായിട്ട് തീരാൻ വേണ്ടിയാണ്. എനിക്കത് എത്ര ചിന്തിച്ചിട്ടും അതിന്റെ ദൈവത്തിന്റെ മഹത്വം എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ദൈവം അവരെ ചിലപ്പം ഒരു കഷ്ടത, ഒരു സഫറിങ് നമ്മൾ വിചാരിക്കാതെ നമ്മുടെ ജീവിതത്തിലോട്ട് വരും. നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്ന കഷ്ടത ഒരു വലിയൊരു ഷിപ്പ് പോലെയാണ്. നമ്മൾ ഷിപ്പിൽ കൂടെ പോകുന്നുണ്ടേ, പിന്നെ നമ്മളൊരു കപ്പലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു കാറ്റും കോളും വന്നെന്ന് വിചാരിച്ചോ, ആ കപ്പൽ ആ കാറ്റിനെ എടുത്തോണ്ട് മുമ്പോട്ട് അങ്ങ് പോയാൽ എങ്ങനെയായിരിക്കും? ആ നല്ല കറക്റ്റ് ഡയറക്ഷനിൽ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതികൂലങ്ങളും. ആ പ്രതികൂലമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ്ങിനായിട്ട് ദൈവം കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ ആ പ്രതികൂലം വരുമ്പോൾ അയ്യോ എന്താ എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നാൽ നമ്മൾ ആ പ്രതികൂലത്തിന്റെ അടിയിലായി പോകും. പക്ഷെ ഇഫ് യു ക്യാൻ ക്യാച്ച് ദ വേവ് ഓഫ് ദ സ്റ്റോം ആൻഡ് സ്പീഡ് അലോങ്, ദൈവം നമ്മളെ സ്പീഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാ. ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ് ഫോഴ്സ്ഡ് ജേക്കബ് ടു മേക്ക് ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻസ്. ആ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ് ആണ് ജേക്കബിനെ ഈജിപ്തിലോട്ട് കൊണ്ടുപോയത്. ക്ഷാമം വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും യാക്കോബ് ഈജിപ്തിലോട്ട് പോകത്തില്ലായിരുന്നു. നോ അഫ്ലിക്ഷൻ ക്യാൻ ഡിഫീറ്റ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പേർപ്പസ് അവരെ ബ്ലെസ് ചെയ്യാനായിരുന്നു. നമുക്ക് യെശയ്യാ 54:17 നമുക്ക് നല്ലതായിട്ട് അറിയാമെങ്കിലും നമ്മൾ ഒന്നുകൂടെ വായിക്കാം. നമുക്ക് ദൈവജന വായന എത്ര വായിച്ചാലും നമുക്കത് അനുഗ്രഹമല്ലേ ആവുള്ളൂ. യെശയ്യാ 54:17 ഇത് ഞങ്ങൾ ഇന്നലെ സൺഡേ സ്കൂളിൽ വായിക്കുമായിരുന്നു. അതിന് എഴുതിയിരിക്കുന്നത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അതായത് ആരുണ്ടാക്കിയാലും വല്ലവരും ഉണ്ടാക്കുന്നതാണല്ലോ ഉണ്ടാക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. യാതൊരു ആയുധവും എന്ന് വെച്ചാൽ നമുക്കെതിരെ ആക്ച്വലി ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യരല്ല, സാത്താനാ. നമുക്കെതിരെ ഉണ്ടാക്കുന്ന ഈജിപ്റ്റ് കാണിക്കുന്നത് തന്നെ സാത്താനെയാ. യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ദൈവം നീതിമാനാണ്, ദൈവം നീതി ഇല്ലാത്തവനല്ല. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതായത് നിനക്ക് വിരോധമായി സാത്താൻ ട്രൈ ചെയ്യുന്ന ഒരു കാര്യവും നടക്കയില്ല എന്ന് ഞാനിത് വായിക്കുമായിരുന്നു. ഈജിപ്തിലെ ആൾക്കാര്, the wickedness of Egyptians could hurt them but could never defeat them. അതായത് ആ ഈജിപ്തുകാരെ അവരെ കഷ്ടപ്പെടുത്തി. അത് നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങിയായിരുന്നു. അതിന് ബാക്കി വായിക്കാം. 8-ാം വാക്യം തൊട്ട്, പുറപ്പാട് 1:8 തൊട്ട്. അനന്തരം യോസേഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രൈമിൽ ഉണ്ടായി. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന വശം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ട് പൊയ്ക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെ ആക്കി. അവർ പിത്തോം രംസേസ് എന്ന സംഭാര നഗരങ്ങളെ ഫറവോന് പണിതു. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നമ്മൾ വരുമ്പോൾ എന്താ ഇത് വന്നത്, ഇങ്ങനെ വരണ്ടായിരുന്നല്ലോ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും വന്നത്, ചിലപ്പോ ഇതുകൊണ്ടായിരിക്കും വന്നത്, ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ എന്റെ ഹസ്ബൻഡ് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ അല്ല, ദൈവത്തിന്റെ പേർപ്പസും ദൈവത്തിന്റെ പ്ലാനും അവിടെ നടക്കാൻ വേണ്ടിയായിരുന്നു. ദൈവം കണ്ണടച്ചു പോയതല്ല.
അവർ ഇസ്രായേൽ എന്ത് ചെയ്തു? അവർ 12-ാം വാക്യം, അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിസ്രൈം പക്ഷെ എന്ത് ചെയ്തു? മിസ്രൈമർ ഇസ്രായേൽ മക്കളോട് കഠിന വേല ചെയ്യിപ്പിച്ചു. കളിമണ്ണ് ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിപ്പിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കയ്പാക്കി. ചിലപ്പോ കയ്പായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അപ്പൊ ഇത്രയും ആ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ വലിയ പേർപ്പസ്, നമ്മൾ ആ കയ്പിനെ എടുത്തുകൊണ്ടാണ് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാനായിട്ട്. ആ ഷിപ്പ്, ആ സ്റ്റോം വരുമ്പോൾ, ആ വലിയ കടൽക്ഷോഭം വരുമ്പോൾ, ആ സ്പീഡ്, ആ വേവിനെ, ആ അലയെ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ എങ്ങനെ, എന്ത് സ്പീഡോടെ അതിന് പോകാൻ പറ്റും? അതാണ് ദൈവം അവിടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് താഴോട്ട് പോകാം. രണ്ടാമത്തെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അവിടുത്തെ സൂതകർമ്മിണികളുടെ കാര്യമാണ്. അത് നമുക്കൊന്ന് വായിക്കാം. 15-ാം വാക്യം. എന്നാൽ മിസ്രയീം രാജാവ് ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലേണം. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇനിയും പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം, പക്ഷെ ആ പ്രശ്നങ്ങൾ പിന്നെയും നമ്മളെ ബ്ലെസ് ചെയ്യത്തേ ഉള്ളൂ. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലേണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പൊ എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ നശിപ്പിക്കാനായിട്ട്, അതായത് ഇസ്രായേൽ പെരുകാതിരിക്കാനായിട്ട് ഫറവോൻ ശ്രമിക്കുക. പക്ഷെ എന്താ സംഭവിച്ചേ? 17-ാം വാക്യം. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അവരുടെ ജോലി വേണമെങ്കിൽ പോകാം, അല്ലെ? അവരെ വേണമെങ്കിൽ കാരാഗ്രഹത്തിലിടാം. പക്ഷെ അവരെന്ത് ചെയ്തു? തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അപ്പോൾ മിസ്രയീം രാജാവ് സൂതികർമ്മികളെ വരുത്തി, ഇത് എന്തൊരു പ്രവൃത്തി, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. സൂതികർമ്മിണികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രയീം സ്ത്രീകളെ പോലെ അല്ല, അവർ നല്ല തിറമുള്ളവർ. സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികളെക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ചു, ഏറ്റവും ബലപ്പെട്ടു. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബവർദ്ധന നൽകി. ഞാൻ ഇതിനെപ്പറ്റി വായിക്കുമായിരുന്നു. അന്നത്തെ കൾച്ചറിൽ സൂതികർമ്മികളായിട്ട് ആകുന്നവര്, ഇംഗ്ലീഷ് അത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, ഗോഡ് എസ്റ്റാബ്ലിഷ് ദം ഇൻ ഫാമിലീസ്. ഫാമിലീസ് ഇല്ലാത്തവർ അല്ലെങ്കിൽ മക്കളില്ലാത്തവരാണ് സൂതികർമ്മിണി വേലയ്ക്ക് അന്ന് പോകുന്നത് അവിടെ ആ കൾച്ചറിൽ. അപ്പം ദൈവം എന്ത് ചെയ്തു? ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് ദൈവം അവർക്ക് ഫാമിലീസിനെ കൊടുത്തെന്ന ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ദൈവം അവർക്ക് നന്മ ചെയ്തു, ദൈവം അവർക്ക് കുടുംബവർദ്ധന നൽകി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തെ അനുസരിക്കുമ്പോഴുള്ള ഗുണം. ഞാൻ ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, 19-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 4:19. അവന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. നമ്മൾ പല സാഹചര്യങ്ങളിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് നമ്മൾ മനുഷ്യനെ പേടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ദൈവം നമ്മളോട് ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ ചിന്തിക്കും, അയ്യോ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്താ ഇങ്ങനെ. നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും മനുഷ്യനെ ഭയപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുമ്പോൾ ദൈവം നമ്മളോട് എന്താ ചെയ്യാൻ പറയുന്നത് അത് ചെയ്യുക. ഈ സൂതികർമ്മിണികളൊന്നും എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് ചിന്തിക്കാൻ വയ്യ. അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു ജാതിയിലെ രണ്ട് സ്ത്രീകള് അവർ ദൈവത്തെ ഭയപ്പെട്ട് അവർ ജീവിച്ചത് കൊണ്ട് ദൈവം അവർക്ക് നന്മ ചെയ്തു. അവർക്ക് കുടുംബവർദ്ധന വരുത്തി എന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഗോഡ് എസ്റ്റാബ്ലിഷ് ദം ഇൻ ഫാമിലീസ്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഈ ഒരു യുദ്ധം, അതായത് ഫറവോനും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള യുദ്ധത്തിനകത്ത് ഗോഡ് ഇസ് ദെയർ ഇൻ ദി ഇക്വേഷൻ. അവർ തന്നെയല്ലായിരുന്നു, അവർക്ക് അന്നേരം മനസ്സിലായില്ല, പക്ഷെ ഗോഡ് വാസ് ദെയർ. ദൈവം കണ്ടില്ലേ, ആ ചെറിയ ദൈവം അവർക്ക് നന്മ ചെയ്തു. ദൈവം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മളത് ബാറ്റില് നമ്മളും ദൈവവും സാത്താനുമായിട്ടല്ല, ആണ്. പക്ഷെ ദൈവം, ഗോഡ് ഇസ് ദെയർ ഇൻ ദി ഇക്വേഷൻ. ദൈവം അത് നമുക്ക് നന്മയ്ക്കായിട്ട് കൂട്ടിവരും. ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ് ഗോഡ് ഇസ് ദെയർ ഇൻ ദി ഇക്വേഷൻ. ദൈവം അവിടെ വലിയൊരു വിക്ടറി അവിടെ നേടുന്നതായിട്ട് നമ്മൾ കാണുക. പക്ഷെ എങ്ങനെയാ? ത്രൂ സം കറേജിയസ് ഇൻഡിവിജ്വൽസ്. കുറച്ച് ധൈര്യമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഓരോ കുടുംബങ്ങളില് ഇന്ന് ആൾക്കാരുണ്ടോ എന്ന് ദൈവം നോക്കുക.
അവരിൽ കൂടി സൂതികർമ്മിണികളെ കൂടെ കൂട്ടുക. അവരിൽ കൂടി ദൈവത്തിന്റെ പേർപ്പസസ് നേടാനായിട്ട് ദൈവം നോക്കിയിരിക്കുക. ഒരു കാര്യവും നമ്മളെ തളർത്തരുത്. നമുക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മളെ തളർത്താൻ പാടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ചു അത് വെച്ചിട്ട് ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്? ധൈര്യത്തോടെ മുമ്പോട്ട് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പേർപ്പസസ് നമ്മുടെ ജീവിതത്തിൽ അത് നിറവേറും. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. 22-ാം വാക്യം. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണം, ഏത് പെൺകുട്ടിയെയും ജീവനോട് രക്ഷിക്കണം എന്ന് കൽപ്പിച്ചു. അവസാന അടവ് ഫറവോൻ പ്രവർത്തിച്ചു. ശരി, സൂതകർമ്മിണികൾ ജനിക്കുന്ന സമയത്ത് കൊല്ലുന്നില്ല. ജനിച്ചു കഴിഞ്ഞ് ഒരു നിയമം ഉണ്ടാക്കി, ഏത് ആൺകുട്ടി ജനിച്ചാലും അതിനെ നീൽ നദിയിൽ അല്ലെങ്കിൽ നൈൽ റിവറിൽ എറിഞ്ഞു കളയണം. ഫറവോൻ, ഞാൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചോ, ഫറവോൻ ഉണ്ടാക്കിയ നിയമം കൊണ്ടാണ് മോശ ഇസ്രായേൽ മക്കളുടെ ലീഡ് ചെയ്യാനുണ്ടിരുന്ന മോശ ട്രെയിനിങ്ങിന് പോകാൻ സാധിച്ചത്. ആലോചിച്ച് നോക്കിക്കേ, എനിക്ക് ചിന്തിച്ച് രോമാഞ്ചം കൊള്ളുമായിരുന്നു. ഫറവോൻ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു കാരണവശാലും മോശയെ നീലനദിയിൽ ഇടത്തില്ലായിരുന്നു. ഒരു കാരണവശാലും ഫറവോന്റെ മകള് കുളിക്കാൻ വന്നപ്പോ അവിടെ ഒരു കുഞ്ഞിനെ കാണത്തില്ലായിരുന്നു, എടുത്തോണ്ട് പോകത്തില്ലായിരുന്നു. ദൈവമല്ലേ ഇതിന്റെ എല്ലാത്തിനും നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യത്തിന്റെ പുറകിലും ദൈവത്തിന്റെ കരം നമുക്ക് ഈ വായിച്ച വാക്യങ്ങളിൽ കൂടി കാണുന്നില്ലേ? നമുക്ക് എന്തെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വരുന്ന സാഹചര്യങ്ങൾ, നമ്മൾ പലപ്പോഴും മനുഷ്യരെ കുറ്റം പറയും, അവരിങ്ങനെ ബിഹേവ് ചെയ്തു, അവരങ്ങനെ ബിഹേവ് ചെയ്തു, അതുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയതെന്ന്. ഒരു കാരണവശാലും അല്ല. ദൈവ മക്കളെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നരകത്തിലോട്ട് കൊണ്ടുപോകാൻ സാത്താന് കഴിയുകയില്ല. പക്ഷെ ദൈവമക്കളുടെ ജീവിതം നിരാശയാക്കാനായിട്ടും ഡിസ്കറേജ്ഡ് ആക്കാനായിട്ടും സാത്താൻ ട്രൈ ചെയ്യും. ആ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. കാരണം ആ സാഹചര്യം വന്നതേ നമ്മളെ ദൈവം കൂടുതൽ വർദ്ധിപ്പിക്കാനാ, കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാനാ. അതവിടെ കാണുന്നത്. നമ്മള് 70 പേരായിട്ട് കയറിയ ആൾക്കാര് 2.4 മില്യൺ ആയിട്ട് അവരവിടെ 400 വർഷത്തിൽ ഇറങ്ങിപ്പോയി. ഒരു പ്യോർ ജാതിയായിട്ട്, ഇന്റർവിങ്കിൾ ചെയ്യാതെ ദൈവത്തിന് വേണ്ടി ഒരു ജനമായിട്ട് ദൈവം ആഗ്രഹിച്ചത് ആ ജനത്തെ കൊണ്ട് ഇസ്രായേലിന് ഹോൾ വേൾഡിനെ ബ്ലെസ് ചെയ്യാനാ. അതിനുവേണ്ടിയുള്ള ഒരു പേർപ്പസിലോട്ടാ ദൈവം അവരെ നടത്തിയത്. എന്നാൽ അവരത് മനസ്സിലാക്കാതെ പോയി. എന്നാൽ അതിന്റെ ഇടയ്ക്ക് നമ്മൾ പഠിച്ച ചില കാര്യങ്ങള്, 2 സ്ത്രീകള്, ഏറ്റവും ലോവസ്റ്റ് ഒരു ജോലിയായിരിക്കും മിഡ്വൈഫ്സിന്റെ, അതായത് പ്രസവം എടുക്കാൻ പോകുന്ന ആൾക്കാർ. നമ്മൾ അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല. എന്നാൽ അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവർക്ക് കുടുംബ വർധന വരുത്തി. ഇതൊക്കെ എന്നെയും ഗൂസ് ബംസ് വരുത്തുമായിരുന്നു ഞാൻ വായിച്ചപ്പോഴ്, ധ്യാനിച്ചപ്പോഴ്, ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴ്. മാത്രമല്ല, നീല നദിയിലോട്ട് എറിയാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഏറ്റവും വലിയ പേർപ്പസ് ആയിരുന്നു, ഒരു മോശയെ വാർത്തെടുക്കാൻ വേണ്ടി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മുടെ വർധനവിനും നമ്മുടെ കുടുംബത്തിന്റെ വർധനവിനും നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സഭയുടെ വർധനവിനും വേണ്ടിയാണ്. ഒരു കാരണവശാലും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ദൈവ ശുശ്രൂഷ അവസാനിക്കും. Father, Lord, we thank you and praise you for this beautiful morning, for one more day in our lives, Kartave. Thank you, Lord, for the blessed word we could hear, Father. Thank you, Father, as your word says, Lord, for a believer, Lord, everything turns around for our good, Kartave. So, Lord, help each one of us who have attended this word. Lord, let this word reach to many more through YouTube. And Lord, let this word be a blessing in each one of our life. Let us not be just hearers, but Lord, help us, Lord, to rest in your word and to believe even when we go through difficult times, Lord, that you will turn all these things, Lord, for our good, Father. And whatever you are allowing us to go through, it has a, Lord, a great purpose in our lives, Lord. Thank you and praise you, Lord. We commit each one who has attended this into your mighty hands. Help each one of us, Lord, to grow into your likeness in this kind of a rest and faith. In Jesus' name we pray. Amen. Amen. Praise the Lord.